വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ. പയ്യന്നൂരിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നയാളുടെ കാറ് കത്തിച്ചു. മയ്യിലിൽ CPIM പ്രവർത്തകൻ കുത്തേറ്റതിന് പിന്നാലെ കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പയ്യന്നൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നുവെന്ന് UDF സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 24നോട് പറഞ്ഞു. വീടും വാഹനവും ആക്രമിക്കപ്പെട്ട T പുരുഷോത്തമനോട് LDF സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. പയ്യന്നൂരിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ട് പലയിടത്തും നടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ അത് സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടായില്ല. വളരെ മുമ്പ് തന്നെ ഇവർ വ്യാജ ID കാർഡ് പ്രിൻ്റ് ചെയ്ത് തയ്യാറാക്കി കള്ളവോട്ടിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു. അയാൾ CPIMൻ്റെ മെമ്പർ തന്നെയാണ്. അയാൾ എൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളല്ല. LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് അയാളോട് വ്യക്തിപരമായ വിരോധം നിലവിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിക്രമത്തിന് പിന്നിൽ CPIM പ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്ന് അറിയില്ലെന്ന് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി T പുരുഷോത്തമൻ 24നോട് പ്രതികരിച്ചു. അല്ല, സമീപകാലത്ത് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായിട്ടായിട്ട് എനിക്കറിയില്ല. ഇതിനാകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്താണ്. അപ്പോൾ 2 മാസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം ഞാൻ വി കുഞ്ഞികൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലോ ബാക്കി കാര്യത്തിലൊന്നും ഞാൻ പങ്കെടുത്തില്ല. ഞാനിപ്പോഴും CPIMൻ്റെ മെമ്പറാണ്. തീ വെക്കുക അല്ലെങ്കിൽ എറിഞ്ഞ് പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ശേഷം മനുഷ്യത്വത്തിൽ ആരും ചെയ്യില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മുഖം മൂടിയിട്ട ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു പ്രക്രിയയായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അതിന് മാത്രം തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. പയ്യന്നൂർ മണ്ഡലത്തിലെ 6, 16, 19, 142 എന്നീ ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അന്വേഷണം ആവശ്യപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് UDF ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. ബൽറാം, ഇന്നലെ ഈ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ വി കുഞ്ഞികൃഷ്ണൻ ഈ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഒപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കുന്നു, അതിന് ഇലക്ഷൻ ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപണം ഉന്നയിച്ചു. ഇപ്പോൾ അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നു. പാർട്ടി മെമ്പറുടെ വീട്ടിലേക്ക് തന്നെയാണ് ആക്രമണം നടന്നത്. അത് പാർട്ടി പ്രവർത്തകരാണെന്ന് പുരുഷോത്തമൻ പോലും ഉറപ്പിക്കുന്നുമില്ല. ഗോകുൽ, അനുജ, അതീവ ഗൗരവതരമായ ഒരു ആരോപണമാണ് പയ്യന്നൂരിലെ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നുവെന്നും അത് ആസൂത്രിതമായി നടന്ന ഒരു കള്ളവോട്ടാണ് എന്നും മാസങ്ങൾക്ക് മുൻപായി തന്നെ അതിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് അവ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നത് എന്നുമുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. 4 ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി. 95% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഇടങ്ങളിലാണ് ഈ ആവശ്യം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഈ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ പയ്യന്നൂർ ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് CPIMന്റെ ഒരു പാർട്ടി മെമ്പറിന്റെ വീട്ടിൽ നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിന്റെ ജനൽ ചില്ലുകൾ മുഴുവനായും അടിച്ചു തകർക്കുകയും വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറിന് തീ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ സംഭവം ത്തിന് പിന്നിൽ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശമല്ല, മറിച്ച് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി മധുസൂദന് ഉണ്ടായ വ്യക്തിവൈരാഗ്യമാണ്. ഈ വീടിന്റെ ഉടമസ്ഥനായ പുരുഷോത്തമനോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണം ആണ് ഈ LDF സ്ഥാനാർത്ഥി ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇദ്ദേഹത്തോട് വ്യക്തിവൈരാഗ്യമുള്ളത് അറിയാം. നേരത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തു പോവുകയും പിന്നീട് തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തിയാണ് പുരുഷോത്തമൻ. അദ്ദേഹം പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചെത്തുന്ന ഘട്ടത്തിൽ അതിനെ ശക്തമായി മധുസൂദനൻ എതിർത്തിരുന്നു എന്നും വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് പാർട്ടിയുടെ ഉന്നത നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായി തനിക്ക് കാണാനാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഒപ്പം തന്നെ പയ്യന്നൂരിൽ താൻ മുന്നോട്ട് വെച്ച സന്ദേശം അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും മികച്ച വിജയം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അനുജ, ഗൂഗിൾ. അതാണ്, കണ്ണൂരിൽ വ്യാപകമായ അക്രമം ഉണ്ടാകുന്നു, അതിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാകുന്നു, അതിനൊക്കെയുള്ള മറുപടികൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പയ്യന്നൂർ അങ്ങനെ ഒരു ഹോട്ട് ടോപ്പിക്കായി നിൽക്കുകയാണ്. അവിടുത്തെ CPIM അല്ലെങ്കിൽ CPIMനോട്
വിമതനായി ഇറങ്ങി വന്ന വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ പരാതികളൊക്കെ ഇങ്ങനെ തുടരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.